ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിനൊപ്പം വലിയ ജുംഖയും അതിന് ചേർന്ന മാലയും വളയും. തീർന്നില്ല, മാച്ചിങ് അക്സസറീസിന്റെ ശ്രേണിയിലെ അടുത്ത തലമുറ ജുംക്കയ്ക്ക് ചേരുന്ന സെക്കൻഡ് സ്റ്റഡ്, തേർഡ് സ്റ്റഡ് തുടങ്ങി മേൽക്കാത് വരെയുള്ള കമ്മലുകളാണ്. തിളങ്ങുന്ന സ്വർണം മാത്രമല്ല, റോസ് ഗോൾഡ്, സിൽവർ, കല്ലുകൾ പതിപ്പിച്ചവ, അങ്ങനെ വിവിധ തരത്തിലുള്ള സെക്കൻഡ് സ്റ്റഡ് മലയാളികൾക്ക് പ്രിയമാണ്. കടുക്കനിട്ട് ആണുങ്ങളും പലതരത്തിലുള്ള ജുംക്കകളും ഇപ്പോൾ ഹൂപ്സ് എന്നറിയപ്പെടുന്ന പഴയ റിങ്സും ഒക്കെയായി ഫാഷന് തുടക്കമിട്ട മലയാളികൾക്ക് ചെവി നിറയെ ആഭരണങ്ങൾ അണിയുന്നതാണ് ഇപ്പോൾ ട്രെൻഡ്. എപ്പോഴാണ് സെക്കൻഡ് സ്റ്റഡ് എന്ന ആശയം വനിതകളുടെ ഉള്ളിൽ കയറിക്കൂടിയത്? മലബാറിലെ സ്ത്രീകൾ കാതിൽ ആഭരണങ്ങൾ അണിയാറുണ്ടായിരുന്നു. എല്ലാ സമുദായത്തിൽപ്പെട്ടവരും കാതിൽ കമ്മൽ ധരിക്കാറുണ്ടായിരുന്നു. നമുക്ക് പരിശോധിക്കാം. പണ്ടേക്കു തന്നെ ചില സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ചെവി നിറച്ച് ആഭരണങ്ങൾ ധരിക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മലബാറിലെ മുൻ കളക്ടറായിരുന്ന ചാൾസ് അലക്സാണ്ടർ ഇന്നീസിന്റെ മലബാർ ഗസറ്റീർ എന്ന പുസ്തകത്തിന്റെ 144 പേജിൽ മലബാറിലെ സ്ത്രീകളുടെ ആഭരണ പ്രിയങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചെവി നിറയെ ദ്വാരങ്ങൾ ഉണ്ടാക്കി ആഭരണങ്ങൾ ധരിക്കുന്നു എന്ന ഈ പുസ്തകത്തിലെ പരാമർശം കേരളത്തിലെ സ്ത്രീകളുടെ രണ്ടാം കാതുകുത്തിന്റെ ചരിത്രമായി നമുക്ക് കൂട്ടിവായിക്കാം. മദ്രാസ് പ്രസിഡൻസിയിലെ മലബാർ പ്രവിശ്യയുടെ കളക്ടറായിരുന്ന ചാൾസ് അലക്സാണ്ടർ ഇന്നീസ് എന്ന CA ഇന്നീസ് തൻ്റെ മലബാർ ഗസറ്റിയറിൽ പേജ് 144 മലബാറിലെ സ്ത്രീകളുടെ ആഭരണ പ്രിയത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മലബാറിലെ വിവിധ സമുദായങ്ങളിൽ ജാതികളിൽപ്പെട്ട സ്ത്രീകൾ ചെവി മുഴുവൻ തുളച്ചുകൊണ്ട് കർണാഭരണങ്ങൾ ധരിച്ചിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് മലബാറിൽ ബ്രിട്ടീഷ് ഭരണം സ്ഥാപിതമായതോടുകൂടി ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി. കീഴടക്കപ്പെട്ട ജനതയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാതെ അവരെ മെച്ചപ്പെട്ട രീതിയിൽ ഭരിക്കാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കീഴടക്കപ്പെട്ട ജനതയുടെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച്, അവരുടെ വസ്ത്രധാരണ രീതികളെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, ആഭരണങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കൊളോണിയൽ ഭരണാധികാരികൾ ശ്രമിച്ചു. മലബാറിലെ സ്ത്രീകളുടെ കർണാഭരണ ശേഖരണത്തെക്കുറിച്ച് CA ഇന്നീസിൻ്റെ പ്രസ്താവനയെ ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ ഇന്നത്തെ ആഭരണ ശേഖരത്തിലെ അവിഭാജ്യ ഘടകമാണ് സെക്കൻഡ് സ്റ്റഡ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന രണ്ടാം കമ്മൽ. പ്രായഭേദമന്യേ വനിതകളുടെ ആഭരണ ശേഖരത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത മനോഹരമായ ആഭരണമായി രണ്ടാം കമ്മൽ മാറിക്കഴിഞ്ഞു. 1980കളുടെ മധ്യത്തിലാണ് രണ്ടാം കമ്മൽ മലയാളി സ്ത്രീകൾക്ക് പ്രിയമാകുന്നത്. ആദ്യം വീട്ടമ്മമാരാണ് സെക്കൻഡ് സ്റ്റഡ് പരീക്ഷിച്ചതെങ്കിലും പതിയെ അത് കോളേജ് ക്യാമ്പസുകൾ ഏറ്റെടുത്തു. ഇന്ന് 6 വയസ്സു മുതലുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഫാഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് സെക്കൻഡ് സ്റ്റഡ് എന്ന് നിസ്സംശയം പറയാം. 1984-89 കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ പത്നി സോണിയ ഗാന്ധിയുടെ കാതുകളെ അലങ്കരിച്ച സെക്കൻഡ് സ്റ്റഡ് ഇന്ത്യൻ സ്ത്രീകളെ ഏറെ ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. സെക്കൻഡ് സ്റ്റഡ് അണിഞ്ഞ സോണിയ ഗാന്ധിയുടെ ചിത്രങ്ങൾ പത്രങ്ങളിൽ പലതവണ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇത് കേരളത്തിലെ വീട്ടമ്മമാരെ ഏറെ സ്വാധീനിച്ചതായി പറയപ്പെടുന്നു. സോണിയാഗാന്ധിയുടെ സെക്കൻഡ് സ്റ്റഡ് വളരെ പെട്ടെന്ന് മലയാളി മംഗമാർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. 80കളുടെ മധ്യത്തിൽ മലയാളി വീട്ടമ്മമാർ കാതുകുത്തുന്ന ആഭരണശാലകളിലും തട്ടാന്മാരുടെ അടുത്തും പോയി തങ്ങൾക്ക് സോണിയാഗാന്ധിയെ പോലുള്ള രണ്ടാം കമ്മൽ വേണമെന്നും അത്തരത്തിൽ കാതുകുത്തി തരണമെന്നും ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്ന് കേട്ടുകേൾവിയുണ്ട്. രണ്ടാം കമ്മലിനെ ജനപ്രിയമാക്കുന്നതിൽ സിനിമാ നടിമാർക്കും വലിയ പങ്കുണ്ടായിരുന്നു. പഴയകാല നടിമാരായ ജയഭാരതി, ഉണ്ണിമേരി, സിത്താര, വത്സല മേനോൻ ഇവരെല്ലാം രണ്ടാം കമ്മലിന്റെ ആരാധികമാരായിരുന്നു. ഇതൊക്കെയാണെങ്കിലും സ്ത്രീകളുടെ വിവിധ ആഭരണങ്ങളെ കുറിച്ച് വാഴ്ത്തിയ സിനിമാ ഗാനങ്ങളിലൊന്നും തന്നെ ഇവയ്ക്ക് സ്ഥാനമില്ല എന്നത് ശ്രദ്ധേയമാണ്. മലയാളം ഗാനരചയിതാക്കളോ കവികളോ ഒന്നും തന്നെ തങ്ങളുടെ വരികളിൽ രണ്ടാം കമ്മലിനെ ഇതേവരെ പരാമർശിച്ചതായി കണ്ടിട്ടില്ല. മറ്റ് ആഭരണങ്ങളായ പാദസരം, മാല, വള, മോതിരം, മുക്കുത്തി, അരഞ്ഞാണം തുടങ്ങിയവയെല്ലാം സ്ത്രീ സൗന്ദര്യത്തെ ജ്വലിപ്പിക്കുന്നതായി വാഴ്ത്തപ്പെടുന്നു. മാമാങ്കം എന്ന ചിത്രത്തിലെ ഒരു ഗാനം മൂക്കുത്തി മൂക്കുത്തി എന്നാണ് തുടങ്ങുന്നത് തന്നെ. പൊതുവെ കമ്മൽ എന്ന് പറയുമെങ്കിലും സെക്കൻഡ് സ്റ്റഡ് ആരുടെയും ഭാവനയിലെത്തിയില്ല.
എന്നാൽ മലയാളി സ്ത്രീകളുടെ കമ്മലിനോടുള്ള പ്രണയം രണ്ടാം കമ്മലിൽ അവസാനിച്ചില്ല. 2, 3 4 5 ഇപ്പോൾ ചെവി നിറയെ കമ്മലുകൾ അണിയുന്നതായി ട്രെൻഡ്. രണ്ടാം കമ്മൽ എപ്പോഴും ഒന്നാം കമ്മലുമായി ചേർന്ന് പോകുന്നവയാണ് ഭംഗി. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള 2, 3 കമ്മലുകൾ തിരഞ്ഞെടുക്കുന്നത് മലയാളി മങ്കമാർക്ക് ഒരു പണി തന്നെയാണ്. 1980-ൽ തുടങ്ങിയ സെക്കൻഡ് സ്റ്റഡ് പ്രണയം ഇന്നും ട്രെൻഡാണ്. സെക്കൻഡ് സ്റ്റഡ് പടികൾ കയറി കയറി മേൽക്കാതിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഇനി എവിടെ തുളച്ച് കമ്മലിടുമെന്ന കൺഫ്യൂഷനിലാണ് മലയാളികൾ.